കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാടേ, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാടേ, കണ്ടോരും ാനേക്കുവാൻ വരുന്നു, കണ്ടോരും ാനേക്കുവാൻ വരുന്നു. ഈ പ്രിയ പൈതലിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രിയ പൈതലിനെ ദൈവകരങ്ങളിലേക്ക് അവിടുന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവളുടെ ജനനം മുതൽ ഈ സമയം വരെയും കർത്താവിളെ നടത്തിയ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിക്കുന്ന ഈ സമയം ഒരു പുത്തൻ ബലത്താൽ ഇവളെ നിറയ്ക്കണമേ. ജീവിതയാത്രയിലുടനീളം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അറിഞ്ഞ് ജയകരമായൊരു ജീവിതം നയിപ്പാനുള്ള കൃപ ദൈവം പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരുമിച്ച് ഞങ്ങൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഈ പൈതലിനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. ഈ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗീയ മഹിമകളെ വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും 33 തിരുവയസ്സിൽ നാടെങ്കും നന്മ സുവിശേഷീകരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരിയുടെ കുലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിന്മേൽ തറയ്ക്കപ്പെടുകയും ക്രൂശിൽ മരിച്ച് അരിമത്യയിലെ യോസഫിന്റെ കല്ലറയിൽ അടയ്ക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നസ്രേനായ യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് പ്രിയമകൾ ശേബ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനം കഴിപ്പിക്കുക എന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയും അപ്പോസ്തോലിക നടപടിക്രമവും നിന്റെ സാക്ഷ്യവചനവും ഹേതുവായി ഈ ജലാശയത്തിൽ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും. ഉടനെ പ്രിയനിറങ്ങി സ്നാനമേറ്റു താൻ കയറി